ഇനി വെറും 4 ദിവസം മാത്രം യമൻ ജയിലിൽ വധശിക്ഷ കാത്തു കിടക്കുന്ന നിമിഷപ്രിയയുടെ വധശിക്ഷ നടപ്പാക്കുവാൻ. നിമിഷപ്രിയയുടെ മോചനത്തിനു വേണ്ടി ഗവർണറെ കണ്ട കുടുംബത്തിന് ഗവർണർ വാക്ക് നൽകിയതും എല്ലാവിധ സഹായങ്ങളും നിങ്ങൾക്ക് ലഭിക്കുമെന്നും യാതൊരു വിധത്തിലും നിങ്ങൾ ഭയപ്പെടേണ്ടതില്ലെന്നും യമൻ പൗരനായ അബ്ദുൽ മഹദിയുടെ കുടുംബം മാപ്പ് നൽകിയാലല്ലാതെ നിമിഷപ്രിയക്ക് ഇതിൽ നിന്ന് രക്ഷപ്പെടാനാകില്ല. ദിയാപ്പണം സ്വീകരിച്ച് നിമിഷപ്രിയയ്ക്ക് മോചനം നൽകുവാൻ അവർക്ക് സന്മനസ്സുണ്ടാകട്ടെ. മാനസികപരമായും ശാരീരികപരമായും നിമിഷപ്രിയയെ ക്രൂര പീഡനങ്ങൾക്ക് ഇരയാക്കിയ തലാൽ അബ്ദുൽ മഹദി നിമിഷപ്രിയയുടെ പാസ്പോർട്ടും പിടിച്ചുവെച്ചിരുന്നു. ഒരു വേളയിൽ തനിക്ക് ഈ സാഹചര്യങ്ങളിൽ നിന്ന് രക്ഷപ്പെടുവാൻ വേണ്ടിയാണ് മയക്കുമരുന്ന് കുത്തിവെച്ച് പാസ്പോർട്ട് കയ്യിലാക്കാൻ നിമിഷപ്രിയ ശ്രമിച്ചത്. പക്ഷേ കുത്തിവെച്ച മയക്കുമരുന്നിൻ്റെ അളവ് കൂടിപ്പോയി. അതുകൊണ്ട് തന്നെ പിന്നീട് അബ്ദുൽ മഹദി ഒരിക്കലും ഉണർന്നില്ല. ഈ കാരണത്താലാണ് നിമിഷപ്രിയ ഇപ്പോൾ വധശിക്ഷയ്ക്ക് വിധേയയായി യമൻ ജയിലിൽ കഴിയുന്നത്. നിമിഷപ്രിയക്ക് ബ്ലഡ് മണി ആവശ്യമെങ്കിൽ ഒരിക്കലും അതിനു വേണ്ടി മലയാളികൾ പാടുപെടേണ്ട ആവശ്യമില്ല. അബ്ദുൾ റഹീമിൻ്റെ മോചനത്തിനായി കണ്ടെത്തിയ 44 കോടി രൂപയിൽ നിന്നും 11 കോടി രൂപ ഇപ്പോഴും ബാങ്കിൽ അവശേഷിക്കുന്നുണ്ട്. അതിൽ നിന്ന് നിമിഷപ്രിയയുടെ ദിയാപണം നൽകുന്ന കാര്യത്തിൽ അബ്ദുൾ റഹീം സഹായ സമിതിക്ക് ഒരു താൽപ്പര്യക്കുറവുമില്ല. തലാൽ അബ്ദുൽ മഹദിയുടെ കുടുംബം ദിയാപ്പണം വാങ്ങി നിമിഷപ്രിയക്ക് മോചനം നൽകുക മാത്രമാണ് ഇനി ചെയ്യേണ്ടത്. നിമിഷപ്രിയയുടെ ജീവൻ രക്ഷിച്ചെടുക്കാൻ കഴിയട്ടെ. ആ പ്രതീക്ഷയിൽ തന്നെയാണ് വധശിക്ഷ അടുത്തുകൊണ്ടിരിക്കുമ്പോഴും നിമിഷപ്രിയ യമൻ ജയിലിൽ കഴിഞ്ഞുകൊണ്ടിരിക്കുന്നത്. അബദ്ധവശാൽ താൻ ഈ കെണിയിൽ നിന്ന് രക്ഷപ്പെടുവാൻ വേണ്ടി ഇത്തരമൊരു സാഹചര്യത്തിലേക്ക് എത്തിപ്പെട്ടു പോയതാണ് നിമിഷയുടെ മോചനത്തിനായി ഊർജിതമായ ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. ഇനി വേണ്ടത് കുടുംബത്തിൻ്റെ പ്രതികരണമാണ്. നിമിഷപ്രിയയുടെ മോചനം സാധ്യമാകുവാൻ വേണ്ടി നിങ്ങളുടെ പ്രാർത്ഥനകൾ അത്യാവശ്യമാണ്. അതായത് റഹീമിൻ്റെ മോചനവുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ ട്രസ്റ്റ് ഉണ്ടാക്കിയിരുന്നു. അത് 3 അംഗ ട്രസ്റ്റാണുള്ളത്. ഞാൻ കൺവീനറും സുരേഷ് ചെയർമാനും ഗിരീഷ് ട്രഷറായിട്ടാണ് ഉണ്ടാക്കിയത്. തീർച്ചയായിട്ടും ഞങ്ങളുടെ തീരുമാനപ്രകാരം ബാക്കി പണം എന്ത് ചെയ്യണമെന്ന് ചോദിച്ചപ്പം ആ പണം റഹീം ഇവിടെ വന്നതിന് ശേഷം കൂടി ആലോചിച്ചിട്ട് പ്രതികരണം ചെയ്യണമെന്നാണ് ആഗ്രഹിക്കുന്നത്. എങ്ങനെ ചെയ്യുന്ന പിന്നെ ചെയ്യുള്ളൂ. ഏതായാലും ശരി, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ ഈ ഇടയ്ക്ക് നിമിഷപ്രിയൻ്റെ വിഷയം വന്നപ്പം ഇതിൽ പോസിറ്റീവായിട്ട് നമ്മൾ കാണുന്നുണ്ട്. ഇന്നലെ ബഹുമാനപ്പെട്ട ചാണ്ടി ഉമ്മൻ പറഞ്ഞതുപോലെ അങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ടില്ല. പക്ഷേ എങ്ങനെ നമുക്ക് കിട്ടി നമുക്ക് അറിയില്ല. എന്തായാലും ആശയത്തോടെ ഞങ്ങൾ കൂടെ ഉണ്ട്. പക്ഷേ എത്ര മുഴുവൻ കൊടുക്കാതെ സാധിക്കുമോ നമുക്ക് അറിയില്ലല്ലോ. എന്തായാലും യോഗം കൂടണം. ഞങ്ങളൊരു അനൗദ്യോഗിക യോഗം ഒന്ന് കൂടിയിരുന്നു വാട്സപ്പിൽ. ആ യോഗത്തിൽ വെച്ച് ഇങ്ങനെ അഭിപ്രായം വന്നപ്പോൾ എല്ലാവരും കൊടുക്കണം എന്നൊക്കെയാണ് പറഞ്ഞത്. എത്രയാണ് എങ്ങനെയാണ് എന്ന് പറഞ്ഞിട്ടില്ല. മാത്രമല്ല ഇവർക്ക് ഈ പിന്നെ ബ്ലഡ് മണി വേണോ വേണ്ടേ എന്നുള്ള അവർ ആ കുടുംബം അംഗീകരിച്ചാൽ ഞങ്ങൾ ഇതുവരെ അറിഞ്ഞിട്ടില്ല. ഞങ്ങളാരും ബന്ധപ്പെട്ടിട്ടില്ല. ഞങ്ങൾ കേട്ടെന്ന് വെച്ചാൽ ഗവൺമെൻറ് യൂസഫ് അലി സാഹിബൊക്കെ അതിന് വളരെ വലിയ പ്രാധാന്യം കൊടുത്ത് മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ടെന്ന് ഞങ്ങൾ കേട്ടത്. എത്ര കോടി രൂപയാണ് ഇപ്പം കറക്റ്റ് ബാക്കിയുള്ളത് നമ്മുടെ അക്കൗണ്ടിൽ? ബാക്കി ഏകദേശം 11 കോടിയുണ്ട്. ഏകദേശം പിന്നെ പലിശയൊക്കെ ഉണ്ടാവുമല്ലോ. ICICI ബാങ്കിലാണുള്ളത്. നിമിഷപ്രിയയുടെ മോചനത്തിന് അങ്ങനെ ഒരു അഭ്യർത്ഥന വരികയാണെങ്കിൽ നമ്മൾ പോസിറ്റീവായിട്ടായിരിക്കും പ്രതികരണം? എന്താണ്? തീർച്ചയായും വളരെ പോസിറ്റീവായിരിക്കും നമ്മൾ കഴിയുന്നത്.